ഓം ശാന്തി 24/1/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഒരു ബാബയുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോകൂ. എങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ബാബയ്ക്കായിരിക്കും. ബാബയുടെ നിർദ്ദേശമാണ് നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും എന്നെ ഓർമ്മിക്കൂ. ചോദ്യം: നല്ല ഗുണവാന്മാരായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും? ഉത്തരം: നല്ല ഗുണവാന്മാരായിട്ടുള്ള കുട്ടികൾ മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്ന സേവനം ചെയ്യും. അവർ ആരെയും മുള്ളുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കില്ല. ഒരിക്കലും പരസ്പരം വഴക്കടിക്കില്ല. ആർക്കും ദുഃഖം കൊടുക്കില്ല. ദുഃഖം നൽകുന്നതും മുള്ളുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കലാണ്. ഗീതം ഈ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി. മധുരമധുരമായ വളരെ കാലത്തിന് ശേഷം തിരികെ കിട്ടിയ ആത്മീയ കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഈ ഗീതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. നമ്പർ വൈസ് എന്ന് പറയുവാൻ കാരണം ചിലർ ഫസ്റ്റ് ഗ്രേഡിൽ മനസ്സിലാക്കുന്നുണ്ട്, ചിലർ സെക്കൻഡ് ഗ്രേഡിൽ മനസ്സിലാക്കുന്നു, ചിലർ തേർഡ് ഗ്രേഡിലും. ഓരോരുത്തർക്കും അവരവരുടേതായ വിവേകമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ നിശ്ചയ ബുദ്ധിയും ഉണ്ട്. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ശിവബാബ ഇദ്ദേഹത്തിലൂടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾ പകുതി കൽപ്പം ആസുരീയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ നിർദ്ദേശമനുസരിച്ച് മുന്നേറുന്നതിലൂടെ നമ്മുടെ തോണി മറുകര എത്തും എന്ന നിശ്ചയം വേണം. ഇത് ഈശ്വരന്റെ നിർദ്ദേശങ്ങളല്ല, മനുഷ്യമതമാണെന്ന് ചിന്തിച്ചാൽ സംശയമുണ്ടാകും. ബാബ പറയുന്നു, എന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എനിക്കാണ്. ബ്രഹ്മാവിലൂടെ എന്തെല്ലാം സംഭവിക്കുന്നോ ആ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്കാണ്. അത് ഞാൻ ശരിപ്പെടുത്തും. നിങ്ങൾ കേവലം എന്റെ നിർദ്ദേശം അനുസരിക്കൂ. ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നവരാണ് ബാബയുടെ നിർദ്ദേശം അനുസരിക്കുന്നത്. ഓരോ ചുവടും ഈശ്വരന്റെ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടമുണ്ടാകില്ല. നിശ്ചയത്തിൽ തന്നെയാണ് വിജയമുള്ളത്. വളരെയധികം കുട്ടികൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. കുറച്ച് ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേഹാഭിമാനം ഉണ്ടാകുന്നു. യോഗവും വളരെ കുറവാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയുന്നതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഇത് സഹജമാണ്. ഇവിടെ മനുഷ്യർ ധാരാളം സയൻസ് പഠിക്കുന്നുണ്ട്. ഈ പഠിപ്പും വളരെ എളുപ്പമാണ്. യോഗത്തിലാണ് പരിശ്രമിക്കേണ്ടി വരുന്നത്. ചിലർ പറയാറുണ്ട്, ബാബ, ഞങ്ങൾ വളരെ ലഹരിയോടുകൂടി യോഗം ചെയ്യാറുണ്ട്. എന്നാൽ ബാബ അത് അംഗീകരിക്കില്ല. കാരണം ബാബ ഓരോരുത്തരുടെയും പെരുമാറ്റവും കാണുന്നുണ്ട്. ബാബയെ ഓർമ്മിക്കുന്നവർ വളരെയധികം സ്നേഹികളായിരിക്കും. ഓർമ്മിക്കുന്നില്ല എങ്കിൽ തെറ്റായ കർമ്മങ്ങൾ ഉണ്ടാകുന്നു. രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഏണിപ്പടിയുടെ ചിത്രത്തിലൂടെയും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഈ സമയം മുള്ളുകളുടെ കാടാണ്. ഇത് പൂന്തോട്ടമല്ല. ഭാരതം പുഷ്പങ്ങളുടെ പൂന്തോട്ടമായിരുന്നു എന്നത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. പൂന്തോട്ടത്തിൽ വന്യമൃഗങ്ങൾ ഉണ്ടായിരിക്കുമോ? അവിടെ ദേവീ ദേവതകളാണ് വസിക്കുന്നത്. ബാബ ഏറ്റവും ഉയർന്ന അധികാരിയാണ്. ഈ പ്രജാപിത ബ്രഹ്മാവും ഏറ്റവും ഉയർന്ന അധികാരിയാണ്. ഈ ദാദ, അതായത് ബ്രഹ്മാവ്, ഏറ്റവും ഉയർന്ന അധികാരിയാണ്. ശിവനും പ്രജാപിത ബ്രഹ്മാവും. ആത്മാക്കളെല്ലാം പരമാത്മാവായ ശിവന്റെ കുട്ടികളാണ്.
പിന്നീട് സാകാരത്തിൽ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളായ നമ്മളെല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമാണ്. ബ്രഹ്മബാബ സർവരുടെയും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. ഇങ്ങനെയുള്ള ഉയർന്ന അധികാരിയായിട്ടുള്ള ബാബയ്ക്ക് കെട്ടിടം ആവശ്യമാണ് എന്ന് നിങ്ങൾ കത്തെഴുതൂ. പിന്നീട് അവരുടെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നോക്കൂ. ശിവബാബയും പ്രജാപിത ബ്രഹ്മാവും ആത്മാക്കളുടെ പിതാവും സർവ മനുഷ്യരുടെ പിതാവും ആണ്. ഈ പോയിന്റ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. എന്നാൽ കുട്ടികൾ പൂർണമായും മനസ്സിലാക്കി കൊടുക്കുന്നില്ല, മറന്നുപോകുന്നു. ജ്ഞാനത്തിന്റെ അഭിമാനമുണ്ടാകുന്നു. ബാബ്ദാദയെക്കാളും ഉയർന്നവരാണ് എന്ന് കരുതുന്നു. ബ്രഹ്മബാബ പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും സാരമില്ല, ശിവബാബയാണ് പറഞ്ഞു തരുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കൂ. ശിവബാബയുടെ നിർദ്ദേശമനുസരിച്ച് മുന്നേറൂ. നേരിട്ട് ഈശ്വരൻ വന്ന് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഇങ്ങനെ ചെയ്യൂ. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വവും ബാബയ്ക്കാണ്. ഈശ്വരീയ മതം അനുസരിക്കൂ. ബ്രഹ്മാവ് ഈശ്വരനല്ല. നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്നുമല്ലേ പഠിക്കേണ്ടത്. ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈശ്വരനാണ് എന്നെപ്പോഴും മനസ്സിലാക്കണം. ഈ ലക്ഷ്മി നാരായണനും ഭാരതത്തിലുണ്ടായിരുന്ന മനുഷ്യരായിരുന്നു. ദേവതകളെല്ലാവരും മനുഷ്യർ തന്നെയാണ്. എന്നാൽ അവർ ശിവാലയത്തിൽ വസിക്കുന്നവരായതുകൊണ്ടാണ് സർവരും അവരെ നമിക്കുന്നത്. എന്നാൽ കുട്ടികൾ പൂർണമായും മനസ്സിലാക്കി കൊടുക്കുന്നില്ല. തന്റേതായ ദേഹാഭിമാനത്തിൽ ഇരിക്കുന്നു. കുറവുകൾ ധാരാളം പേരിലുണ്ട്. പൂർണമായും യോഗമുണ്ടാകുമ്പോഴാണ് വികർമ്മം നശിക്കുന്നത്. വിശ്വത്തിന്റെ അധികാരിയാവുക എന്നത് ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് പോലെ അത്ര എളുപ്പമല്ല. ബാബ കാണുന്നുണ്ട്, മായ ഒറ്റയടിക്ക് മൂക്കിനെ പിടിച്ച് അഴുക്ക് ചാലിലേക്ക് തള്ളിയിടുന്നു. ബാബയുടെ ഓർമ്മയിൽ വളരെ സന്തോഷത്തോടെ പ്രസന്നമായി ഇരിക്കണം. നമ്മുടെ മുന്നിൽ തന്നെ ലക്ഷ്യവുമുണ്ട്. നമ്മൾ ഈ ലക്ഷ്മി നാരായണനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം മറന്നുപോകുമ്പോൾ സന്തോഷവും നഷ്ടപ്പെടുന്നു. ഞങ്ങളെ യോഗത്തിലിരിക്കൂ, പുറത്തായിരിക്കുമ്പോൾ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഓർമ്മിക്കാത്തത് കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് ബാബയും യോഗത്തിന്റെ പ്രോഗ്രാമുകൾ നൽകുന്നത്. എന്നാൽ ആരും തന്നെ ഓർമ്മിക്കുന്നില്ല. ബുദ്ധി അവിടെയും ഇവിടെയുമൊക്കെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മബാബ തന്റെ ഉദാഹരണം പറയുകയാണ്. നാരായണന്റെ വളരെ വലിയ ഭക്തനായിരുന്നു. എവിടെ പോകുമ്പോഴും നാരായണന്റെ ചിത്രം ഒപ്പമുണ്ടായിരുന്നു. എന്നിട്ടും പൂജ ചെയ്യുന്ന സമയത്ത് ബുദ്ധി അവിടെയും ഇവിടെയുമൊക്കെ അലയുമായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബാബ പറയുന്നു, നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ ചിലർ പറയാറുണ്ട്, സഹോദരിമാർ ഞങ്ങളെ യോഗത്തിലിരുത്തണം. യോഗം എന്നതിന് വേറെ അർത്ഥമൊന്നുമില്ല. ബാബ എപ്പോഴും പറയുന്നത് ഓർമ്മയിലിരിക്കൂ എന്നാണ്. എന്നാൽ പല കുട്ടികളും യോഗത്തിലിരിക്കെ സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നു. അതിൽ ജ്ഞാനമോ യോഗമോ ഒന്നുമില്ല. അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുന്നു. വളരെ പേർക്ക് ഇതൊരു ശീലമായി മാറിയിരിക്കുകയാണ്. കാരണം ഇതും അല്പകാലത്തേക്ക് ലഭിക്കുന്ന ശാന്തിയാണല്ലോ. അതായത് ബാക്കി എല്ലാ സമയവും അശാന്തമാണ് എന്നർത്ഥം. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴുമെല്ലാം ബാബയെ ഓർമ്മിച്ചില്ലെങ്കിൽ എങ്ങനെ പാപങ്ങളുടെ ഭാരം ഇല്ലാതാക്കും? പകുതി കൽപ്പത്തെ ഭാരമുണ്ട്. ഇതിൽ തന്നെയാണ് പ്രയത്നവും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബയ്ക്ക് ഒരുപാട് കുട്ടികൾ കത്തയക്കാറുണ്ട്. ബാബ, ഞങ്ങൾ ഇത്രയും സമയം ഓർമ്മിച്ചു. എന്നാൽ അത്രയും സമയമൊന്നും ഓർമ്മിക്കുന്നില്ല. ചാർട്ട് എന്താണെന്ന് പോലും അറിയുന്നില്ല.
ബാബ പരിധിയില്ലാത്ത അച്ഛനും പതീത പാവനനുമാണ് എന്ന സന്തോഷത്തിലിരിക്കണം. നമ്മൾ ശിവബാബയുടേത് തന്നെയല്ലേ എന്ന് വിചാരിച്ച് യോഗം ചെയ്യാതിരിക്കരുത്. നമ്മൾ ബാബയുടേതല്ലേ എന്ന് കരുതി ഓർമ്മിക്കാത്തവരും ധാരാളമുണ്ട്. അങ്ങനെ ഓർമ്മിച്ചുവെങ്കിൽ ആദ്യ നമ്പറിലേക്ക് വരണമല്ലോ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. നമ്മൾ ഭാരതത്തിന്റെ മഹിമയാണ് പറയുന്നത്. പുതിയ ലോകത്തിൽ ആദി സനാതന ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. ഇപ്പോൾ പഴയ ലോകം ഇരുമ്പ് യുഗമാണ്. അത് സുഖധാമവും ഇത് ദുഃഖധാമവുമാണ്. ഭാരതം സുവർണ യുഗമായിരുന്നപ്പോൾ ദേവതകളുടെ രാജ്യമായിരുന്നു. മറ്റുള്ളവർ ചോദിക്കാറുണ്ട്, ഇവരുടെ രാജ്യമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ ജ്ഞാനം വളരെ അത്ഭുതകരമാണ്. ആരുടെ ഭാഗ്യത്തിൽ എന്താണുള്ളതെന്നും അവർ എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടെന്നും പുറമേ കാണാൻ സാധിക്കുമല്ലോ. നിങ്ങൾക്ക് പെരുമാറ്റത്തിലൂടെ അറിയുവാൻ സാധിക്കും. കലിയുഗത്തിലുള്ളവരും മനുഷ്യരാണ്, സത്യയുഗത്തിലുള്ളവരും മനുഷ്യരാണ്. പിന്നെ എന്തിനാണ് ദേവതകളുടെ മുന്നിൽ പോയി തലകുനിക്കുന്നത്? ഇവരെ സ്വർഗത്തിന്റെ അധികാരികൾ എന്നല്ലേ പറയുന്നത്? ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗവാസിയായി എന്ന് പറയാറുണ്ട്. ഇതുപോലും ആരും അറിയുന്നില്ല. ഈ സമയം സർവരും നരകവാസികളാണ്. തീർച്ചയായും പുനർജന്മവും ഇവിടെ തന്നെ എടുക്കുന്നു. ബാബ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ കാണുന്നുണ്ട്. ബാബയ്ക്ക് എത്രമാത്രം സാധാരണ രീതിയിലാണ് പലരോടും സംസാരിക്കേണ്ടി വരുന്നത്, സംരക്ഷിക്കേണ്ടതായി വരുന്നു. ബാബ എത്ര വ്യക്തമായാണ് മനസ്സിലാക്കി തരുന്നത്. പറയുന്ന കാര്യമെല്ലാം ശരി തന്നെയാണെന്ന് അറിയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വലിയ വലിയ മുള്ളുകളായി മാറുന്നത്? പരസ്പരം ദുഃഖം കൊടുക്കുന്നതിലൂടെ മുള്ളുകളായി മാറുന്നു. ചിലർ ആ ശീലം തന്നെ ഉപേക്ഷിക്കുന്നില്ല. ഇപ്പോൾ തോട്ടക്കാരനായ ബാബ പൂന്തോട്ടം വെച്ചു പിടിപ്പിക്കുകയാണ്. മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ കർത്തവ്യം തന്നെ ഇതാണ്. സ്വയം മുള്ളായിട്ടിരിക്കുന്നവർ എങ്ങനെ മറ്റുള്ളവരെ പുഷ്പമാക്കി മാറ്റും? പ്രദർശനി ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും സേവനത്തിനായി പറഞ്ഞയക്കുന്നതും വളരെയധികം ശ്രദ്ധിച്ചായിരിക്കണം. നല്ല ഗുണവാന്മാരായ കുട്ടികൾ മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നതിന്റെ നല്ല സേവനം ചെയ്യുന്നു. ആരെയും മുള്ളുകൾ കൊണ്ട് വേദനിപ്പിക്കില്ല. അർത്ഥം ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. ഒരിക്കലും പരസ്പരം വഴക്കടിക്കില്ല. നിങ്ങൾ കുട്ടികൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിൽ ആരെയും നിന്ദിക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ ശിവജയന്തിയും വരാൻ പോകുന്നു. നിങ്ങൾ ധാരാളം ചിത്ര പ്രദർശനികൾ ചെയ്യണം. ചെറിയ ചെറിയ പ്രദർശനികളിലൂടെയും മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. ഒരു സെക്കൻഡിൽ സ്വർഗവാസിയാകൂ. അതായത് പതീത ഭ്രഷ്ടാചാരിയിൽ നിന്നും പാവന ശ്രേഷ്ഠാചാരി ആകൂ. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപ്തമാക്കൂ. ജീവൻ മുക്തിയുടെ അർത്ഥം തന്നെ അറിയുന്നില്ല. നിങ്ങളും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ബാബയിലൂടെ സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുന്നു. എന്നാൽ ഡ്രാമയെയും അറിയേണ്ടതുണ്ട്. എല്ലാ ധർമ്മത്തിലുള്ളവരും സ്വർഗത്തിലേക്ക് വരില്ല. അവർ പിന്നീട് പരംധാമത്തിൽ അവരവരുടെ സെക്ഷനുകളിലേക്ക് പോകും. പിന്നീട് അവരവരുടെ സമയത്ത് വന്ന് സ്ഥാപന നിർവഹിക്കുന്നു. ഈ വൃക്ഷത്തിന്റെ ചിത്രത്തിൽ എത്ര വ്യക്തമാണ്. ഒരു സദ്ഗുരുവിനല്ലാതെ മറ്റാർക്കും സദ്ഗതി ദാതാവാകുവാൻ സാധിക്കില്ല. ബാക്കി ഭക്തി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ അനേകരുണ്ട്. മനുഷ്യ ഗുരുവിന് ഒരിക്കലും സദ്ഗതി നൽകാൻ സാധിക്കില്ല. എന്നാൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധിയും ആവശ്യമാണ്. ഇതിൽ ബുദ്ധി പ്രയോഗിക്കണം.
ഡ്രാമയുടെ കളി എത്ര അത്ഭുതമാണ്. നിങ്ങളിലും കുറച്ചുപേർ മാത്രമാണ് ഈ ലഹരിയിൽ ഇരിക്കുന്നവർ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ബാബയുടെ ഓർമ്മയിലൂടെ വളരെ സ്നേഹിയായി മാറണം. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കാൻ അഭ്യസിക്കണം. ബാബയുടെ ഓർമ്മയിലും സന്തോഷത്തിലും പ്രസന്നരായി ഇരിക്കണം. 2. ഓരോ ചുവടിലും ഈശ്വരീയ നിർദ്ദേശമനുസരിച്ച് ഓരോ കർമ്മവും ചെയ്യണം. തന്റെ ദേഹാഭിമാനത്തിന്റെ ലഹരി കാട്ടരുത്. തലകീഴായ ഒരു കർമ്മവും ചെയ്യരുത്. സംശയമുണ്ടാകരുത്. വരദാനം: സാധാരണ കർമ്മം ചെയ്തുകൊണ്ടും ഉയർന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സദാ ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ബാബ സാധാരണ ശരീരമെടുത്ത് താങ്കളെപ്പോലെ തന്നെ സംസാരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുകയും ഒപ്പം ഉയർന്ന സ്ഥിതിയിലിരുന്നു കൊണ്ട് സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ താങ്കൾ കുട്ടികളും സദാ ഉയർന്ന അവസ്ഥയിലിരുന്നു കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യൂ. ഞാൻ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാനായി അവതരിച്ചിരിക്കുന്നു എന്ന ഓർമ്മ സദാ ഉണ്ടായിരിക്കണം. അപ്പോൾ സാധാരണ കർമ്മങ്ങൾ അലൗകിക കർമ്മങ്ങളായി പരിവർത്തനപ്പെടാൻ ആരംഭിക്കും. സ്ലോഗൻ: ആത്മീയ ദൃഷ്ടി, വൃത്തി എന്നിവ അഭ്യസിക്കുന്നവർക്ക് പവിത്രത സഹജമായി ധാരണ ചെയ്യാൻ സാധിക്കുന്നു. തന്റെ ശക്തിശാലിയായ മനോസ്ഥിതിയിലൂടെ സകാശ് നൽകുന്നതിനുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. എത്രത്തോളം സ്വയത്തെ മനസാ സേവനത്തിൽ ബിസിയാക്കി വെക്കുന്നുവോ അത്രത്തോളം സഹജമായി മായാജീത്തായി മാറുന്നു. ഇതിനായി അവനവനെ മാത്രമല്ല മറ്റുള്ളവരെയും ശുഭഭാവന, ശുഭകാമനയിലൂടെ പരിവർത്തനം ചെയ്യുന്ന സേവനം ചെയ്യൂ. ഭാവനയും ജ്ഞാനവും സ്നേഹവും യോഗവും രണ്ടിന്റെയും ബാലൻസ് ഉണ്ടാകണം. താങ്കൾ മംഗളകാരിയായി മാറിക്കഴിഞ്ഞു. ഇനി പരിധിയില്ലാത്ത വിശ്വമംഗളകാരികളായി മാറൂ. ഓം ശാന്തി.